ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ, അയച്ച മെസ്സേജുകൾ ചാറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഏർപ്പാടിൽ മിണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ നടന്നു പോട്ടെ. ഒരു ഫ്ലർട്ട് അല്ലെങ്കിൽ ഫ്ലർട്ട് പോരാ, വുമനൈസർ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചാറ്റിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അതൊന്നും ഒരു ക്രിമിനൽ കേസൊന്നും ആയിട്ടില്ല, ആകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം ക്രിമിനൽ കേസ് ആകാനും മാത്രമുള്ള ചാറ്റുകളൊന്നും ഞാൻ നോക്കിയിട്ട് അതിൽ കാണുന്നില്ല. എനിവേ ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് സ്റ്റോറി. പക്ഷെ ഞാൻ ഇത് നിങ്ങളോടിപ്പോൾ ഈ വിഷയം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ട് ചാനലിലെ അരുൺ കുമാർ, എന്താ മീറ്റ് ദ എഡിറ്റേഴ്സിന്, അതിൽ എന്തൊരു ബഹളം അരുൺകുമാറിൻ്റെ. അരുൺകുമാർ പി ടി ചാക്കോയുടെ കാര്യം പറയുന്നു, പിന്നെ AKGയെ പരിഹസിച്ചതല്ലേ വി ടി ബലറാമിൻ്റെ നാക്കിറങ്ങിപ്പോയോ എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ തുള്ളി മെനകേടാക്കി. അപ്പം ഞാൻ വിചാരിച്ചൂടാ, ഈ ആശാൻ്റെ പേരിൽ ഒരു പോക്സോ കേസുണ്ടല്ലോ അരുൺകുമാറിൻ്റെ പേരിൽ. അരുൺകുമാർ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഷഹബാസ്, അയാളിപ്പോൾ റിപ്പോർട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ജാനുവരിയിലാണ് ഇവർക്കെതിരെ പോക്സോ കേസെടുത്തത് തിരുവനന്തപുരത്തെ കൻ്റോൺമെൻറ്റ് സ്റ്റേഷൻ. അരുൺകുമാർ ഓടി ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് ആ പ്രോസിക്യൂഷനോട് ചോദിച്ചു, ഇതെന്ത് കേസാണപ്പോൾ എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് തനിക്ക് അനുകൂലമായ പരാമർശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ആശാൻ ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല, വിടുതലായി എന്നുള്ള മട്ടിൽ അങ്ങ് പെരുമാറാൻ തുടങ്ങി. ശരി, എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് നാട്ടുകാരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇപ്പോൾ പുള്ളി കയറിയിട്ട് അങ്ങോട്ട് വാൻ പുണ്യാളനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ പോട്ട് കോളിംഗ് കെറ്റിൽ ബ്ലാക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, ആ രീതിയിൽ അങ്ങോട്ട് അലറി വിളിക്കുകയാണ്.